ഡേറ്റ മൈനിങ് എന്ന് പറയുന്നൊരു പ്രക്രിയ ഈ ടെക്നോളജിയിലുള്ള ടെക്നോക്രാറ്റ്സ് പലപ്പോഴും പറയാറുണ്ട്. നമുക്കൊക്കെ അനുഭവപ്പെടാറുള്ളതാണ് ഈ ഡേറ്റ മൈനിങ്. അത് വേറൊന്നുമല്ല, നമ്മൾ മൊബൈലിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവങ്ങളോ ആളുകളുടെയോ വീഡിയോ നമ്മൾ കണ്ടാൽ അത് തന്നെ ഇങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറി അല്ലെങ്കിൽ സെയിം ആളിൻ്റെ തന്നെ വീഡിയോസ് ഇങ്ങനെ കൊണ്ട് തന്നുകൊണ്ടിരിക്കും. അത് കേവലം ഒരു ടെക്നോളജി റിലേറ്റഡ് സംഗതി മാത്രമല്ല, ഇതേ സംഗതി തന്നെ മനസ്സിനുമുണ്ട്. അതിനെ വേണമെങ്കിൽ മൈൻഡ് മൈനിങ് എന്നൊക്കെ വേണേൽ വിളിക്കാം. അതായത് ഒരുത്തനെ തന്നെ നിരച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറയാറില്ലേ ഒരു കവിവചനം, അതുപോലെയാണിത്. ഞാനിത് പറയാൻ കാരണം, ആമുഖമായി പറയട്ടെ, ഞാൻ ഈ പറയുന്ന വിവരങ്ങളൊന്നും മതവിദ്വേഷത്തിനോ സ്പർദ്ധയ്ക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ വൈരാഗ്യബുദ്ധി ഉണ്ടാക്കുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് ആസൂത്രിതമായി കള്ളം പ്രചരിപ്പിക്കുന്ന വിദ്വേഷികൾക്കെതിരെ വസ്തുതകൾ പറയുന്നതിന് വേണ്ടി മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇനി മൈൻഡ് മൈനിങ്ങിലേക്ക് വന്നാൽ, ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ തേടുന്നത് അതാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി വലിയ വാർത്തയാണല്ലോ, മദ്രസയിൽ പോകുന്നവരാണ് ക്രിമിനലുകൾ, അവരാണ് ഭയങ്കര പ്രശ്നം, അങ്ങനൊരു പ്രസ്താവന KT ജലീലിൻ്റേത്. ഉടനെ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ തുടർന്ന് നിരവധി പോസ്റ്റുകൾ, വേറൊരു TV-യിൽ അന്തിച്ചർച്ച, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് കോട്ടയത്ത് പോയി പത്രങ്ങളുടെ പ്രാദേശിക കോളം വായിച്ചാൽ നമുക്ക് തോന്നും കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകൾ ക്രിസ്ത്യാനികളാണെന്ന്. പത്തനംതിട്ട പോയാലും തോന്നും. പിന്നെ മലപ്പുറത്തും കോഴിക്കോടും പോയി വായിച്ചാൽ, മലപ്പുറത്ത് ഉറപ്പായും വായിച്ചാൽ, അവിടെ പ്രാദേശിക വാർത്തയിൽ വരുന്ന വാർത്തകളിലെല്ലാം പ്രതികൾ ഈ പറയുന്ന മുസ്ലിം പേരുകാരായിരിക്കും. കാരണം അവിടെ ജനസംഖ്യ അവരുടേതാണ് കൂടുതൽ. എന്നാൽ അത് നേരെ തിരിച്ച് കൊല്ലം, തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 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 തുല്യതയുടെ ഒരു സംഗതിയൊക്കെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ഇത് സാന്ദർഭികമായി താല്പര്യങ്ങളനുസരിച്ച് ഈ കരിമ്പുംകാലയെ പോലെയുള്ള വൃത്തികെട്ട വിദ്വേഷികൾ ചാനലിലിരുന്ന് തള്ളിമറിക്കുമ്പോൾ എല്ലാത്തിനകത്തും ചില സംഗതികളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതിന് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് 2 ദിവസം കൊണ്ട് വാർത്തകൾ വായിക്കുന്നുണ്ട്. ആദ്യം ആ വാർത്തകളിലേക്ക് പോയിട്ട് ബാക്കി എൻ്റെ വാർത്തകൾ കൂടി പറയാം. നമസ്കാരം. 25 ന്യൂസിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ദൈവത്തിന്റെ സ്വന്തം നാടായ ശാന്തസുന്ദര കേരളം മയക്കുമരുന്ന് മാഫിയകളുടെ ഹബ്ബായി മാറുന്നു. ഒടുവിൽ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്ത, തിരുവനന്തപുരം കല്ലമ്പലത്ത് കിടപ്പ് രോഗിയായ 72 വയസ്സുള്ള സ്വന്തം മാതാവിനെ 45 വയസ്സുള്ള മകൻ ക്രൂര പീഡനത്തിന് ഇരയാക്കിയ വാർത്തയാണ് കേരളത്തെ ഞെട്ടിച്ചത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ യുവതലമുറ രാസലഹരിയിൽ മുങ്ങി. കൺമുമ്പിൽ കാണുന്നത് പെങ്ങളായാലും മാതാവായാലും അച്ഛനായാലും അമ്മയായാലും കുത്തിക്കീറാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ പരുവപ്പെട്ട പൈശാചിക മനസ്സിന്റെ ഉടമകളായി മാറുമ്പോൾ ഒറ്റക്കെട്ടായി കേരള ജനത ഈ തിന്മക്കെതിരെ പോരാടുന്നതിന് പകരം പിടിക്കപ്പെടുന്നവന്റെ ജാതിയും മതവും നോക്കി വർഗവർണ്ണ വ്യത്യാസമായി ജാതി തിരിച്ച് സെൻസസ് എടുത്ത് ഒരു മതത്തിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് കേരള ജനത ഇത് വർഗീയമായി ഇത് ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകുക, എന്റെയും നിങ്ങളുടെ വീട്ടിൽ ഇത്തരക്കാരായ ആളുകൾ വളർന്നു വരുന്നുണ്ട് എന്ന്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടിയില്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇന്നാണെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലും ഇത്തരമൊരു ഹതമൻ ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ കേരള ജനത സന്നദ്ധമാകണമെന്ന് അറിയിക്കുന്നു. ഈ തിന്മക്കെതിരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേരള ജനത ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ PC ജോർജിന് പിന്നാലെ വിഷൻ GT, മൂവാറ്റുപുഴ ലോക്കൽ സെക്രട്ടറി എം ജെ ഫ്രാൻസിന്റെ വിചിത്രവാദം കേരളത്തിൽ നടക്കുന്ന എല്ലാ ക്രൈമുകളുടെ പിന്നിലും ഒരു സമുദായം മാത്രമാണ് എന്ന വിചിത്രവാദമാണ്. പരിശോധിക്കാൻ നമുക്ക്, ഇന്ത്യയിൽ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ക്രൈമുകളുടെ പിന്നിലും മുസ്ലിമീങ്ങൾ മാത്രമാണോ? 25 ന്യൂസ് പരിശോധിക്കുന്നു. വാർത്തകൾ വിശദമായി. കണ്ണൂർ പറശ്ശിനിക്കടവിലെയും തളിപ്പറമ്പിലെയും ലോഡ്ജിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഇന്ന് വരെ മദ്രസയിൽ പോകാത്ത യുവ ഡോക്ടറടക്കം 5 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. കണ്ണൂർ പറശ്ശിനിക്കടവിലെയും തളിപ്പറമ്പിലെയും ലോഡ്ജുകളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ യുവ ഡോക്ടർ ഉൾപ്പെടെ 5 പേർ പിടിയിൽ. ഇവർ 5 പേരും മദ്രസയിൽ പൊതുപരീക്ഷ എഴുതാത്തവരാണ്. ആലപ്പുഴ അനുപുരത്തെ ഗൗതം അജിത്ത് 27, മാരാരിക്കുളത്തെ അജിത്ത് റജി 27, KJ ആദിത് 30, PA ഹരികൃഷ്ണൻ 25 എന്നിവരെയാണ് DYSP പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവർ 5 പേരും മദ്രസ ഇക്കൊല്ലം പൊതുപരീക്ഷ എഴുതാത്തവരാണ് എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. ഈ സമയം വയനാട്ടിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കൽപ്പറ്റ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ പിടിയിലായി. പെരുമ്പാവൂർ ചുണ്ടക്കുഴി സ്വദേശി പൊക്കമറ്റം വീട്ടിൽ ജയേഷ് 39നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കേരളത്തിന് ആരോഗ്യ മേഖലയിൽ പുതിയ വാതിൽ തുറന്ന് കോട്ടയംകാരൻ ഷെബിൻ.
200 ഗ്രാം കഞ്ചാവുമായി പോലീസ് പൊക്കിയപ്പോഴാണ് കഞ്ചാവിന്റെ ഉള്ളിലെ ഔഷധ ഗുണത്തെക്കുറിച്ച് പോലീസുകാർ പോലും അറിയുന്നത്. വാർത്തകൾ വിശദമായി. കഞ്ചാവ് വലിച്ചിട്ട് ആരും വൈലന്റ് ആയിട്ടില്ല സാറേ, കഞ്ചാവ് കിട്ടിയില്ലെങ്കിലേ പ്രശ്നമുള്ളൂ, കഞ്ചാവ് ഔഷധ ഗുണമുള്ളതാണെന്നും വാദിച്ച് കോട്ടയംകാരൻ ഷെബിന്റെ വാദം കഞ്ചാവ് പനി പോലുള്ള അസുഖങ്ങൾക്ക് കൂട്ടിയിട്ട് കത്തിച്ചാവി പിടിച്ചാൽ പനി പമ്പ കടക്കുമെന്ന പുതിയ കണ്ടെത്തലാണ് ഷെബിൻ പങ്കുവച്ചിരിക്കുന്നത്. അത് ആരോഗ്യ മേഖലയിൽ കേരളത്തിന് പുതിയ കുതിപ്പാണെന്ന് കൂടി ഈ സമയം അറിയിക്കുന്നു. ഞെട്ടിക്കുന്നൊരു വാർത്ത കൂടി ഈ സമയം പുറത്തുവരുന്നു. ഹൈദരാബാദിൽ ക്ഷേത്രത്തിൽ കയറി ജീവനക്കാരന്റെ തലയിൽ ആസിഡ് ഒഴിച്ച 2 പൂജാരിമാർ അറസ്റ്റിൽ. എന്നാൽ പൂജാരിമാർ പറയുന്നത് ഈ ജീവനക്കാരൻ സ്ഥിരമായിട്ട് കുളിക്കാറില്ല, വെള്ളമാണെന്ന് കരുതി ഒഴിച്ചത് ആസിഡായി പോയത് എന്നാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത MDMA മൊത്ത വിതരണക്കാരനെ പിടികൂടി കേരള പോലീസ്. പ്രദീപ് BCA വിദ്യാർത്ഥിയാണ്. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂർ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ പോലീസ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നാണ് കേരള പോലീസ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്നതിന്റെ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രിൻസ് സാംസൺ എന്ന് കേരള പോലീസ് അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത MDMA ചോറ് പോലെ വാരിത്തിന്ന മധ്യവയസ്കൻ വിചിത്രവാദവുമായി രംഗത്ത്. PC ജോർജിനെ BJPയുടെ പ്രസിഡന്റാക്കണമെന്ന വിചിത്രവാദവുമായി മാത്യു സാമുവലാണ് രംഗത്തുള്ളത്. ഇദ്ദേഹം ഒരു യൂട്യൂബറാണ്. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് PC ജോർജിനെ എടുക്കുകയാണെങ്കിൽ ഞാൻ 100% നിങ്ങളോട് കമ്മിറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് ഇപ്പൊ പറയാം, വേണമെങ്കിൽ ഒരു പ്രൊഫസി ആയിട്ട് പറയാം. BJP അധികാരത്തിൽ വരും കേരളത്തിൽ 10-75 സീറ്റ് കിട്ടും. എന്നാൽ മാത്യു സാമുവലിന്റെ ഈ അഭിപ്രായം കേട്ട് അപമാനഭാരം സഹിക്കാൻ വയ്യാതെ BJP അനുഭാവികൾ പറയുന്നത് അദ്ദേഹം അളവിൽ കവിഞ്ഞ് ചോറ് പോലെ MDMA വാരി തിന്നതിന്റെ പ്രത്യാഘാതമാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്, അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന അഭിപ്രായമാണ് BJP അനുഭാവികൾ പറയുന്നത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഈ സമയം അത്ഭുതകരമായ ഒരു വാർത്ത പുറത്തുവരുന്നു. അങ്കമാലിയിൽ 2 യുവാക്കളെ കഞ്ചാവുമായി പോലീസ് പിടികൂടി. ബൈക്കിൽ കഞ്ചാവുമായി വന്ന ബിരുദ വിദ്യാർത്ഥികളായ വിഷ്ണുവിനെയും കൃഷ്ണമൂർത്തിയുമാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ പ്രതികളെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന പോലീസ് അവിടെ വെച്ചാണ് ശരിക്കും ഞെട്ടിയത്. കാരണം ഇവരുടെ 2 പേരുടെയും ഫോണിലേക്ക് തുരുതുരാ കോളുകൾ വരാൻ തുടങ്ങി. വിളിച്ചതിൽ കൂടുതലും പെൺകുട്ടികൾ. ഈ 2 ബിരുദധാരികളായ വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന് വേണ്ടി വിളിച്ചതിൽ അധികവും പെൺകുട്ടികൾ. ഈ രംഗം കണ്ട പോലീസുകാർ അത്ഭുത പരതന്ത്രരായി മാറി എന്നുള്ളതാണ് ഈ വാർത്തയിൽ പുറത്തുവരുന്നത്. ഈ സമയം കൗതുകകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു. ഡോക്ടർ ആരിഫ് ഹുസൈന്റെ പ്രസംഗം കേൾക്കാത്ത ജപ്പാനിലെ മുന്നടി റായിലിൽ ബ്ലാക്ക് വിശുദ്ധ റമദാനിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ്. മതം മാറ്റത്തിനുള്ള കാരണം വിശദീകരിച്ചു റായിലിൽ ബ്ലാക്ക്. 8:30 തറാവീഹ് തുടങ്ങേണ്ടതുള്ളതുകൊണ്ടും എന്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ടും ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 25 ന്യൂസിലേക്ക് കൃത്യമായ സ്വാഗതം. കേരളത്തിന്റെ പൊതുമണ്ഡലം മദ്യത്തിലും മയക്കുമരുന്നിലും ആറാടുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ 90% മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നഡി കരിമുക്കാരയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന KT ജലീലിന്റെ വിചിത്രവാദത്തിന് ശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥികളുടെ പേരുവിവര പട്ടിക 25 ന്യൂസ് പുറത്തുവിടുന്നു. വാർത്തകൾ വിശദമായി. കൊല്ലത്ത് 10 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ. ഇരവിപുരം വളത്തുങ്കൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത്. ജോർജിന്റേതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും സൈനുദ്ദീന്റേതാണ് ചാക്കെന്ന് സംശയിക്കപ്പെടുന്നു. വിദഗ്ധ സംഘം ചാക്കിന്റെ ഉടമസ്ഥനെ തേടി പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ പരിശോധന. പണവും 7 കുപ്പി വിദേശ മദ്യവും പിടിച്ചെടുത്തു. ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. കണ്ണൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ്. ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദ്രസയുടെ സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു. കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിൽ. 4 പേരെയും പ്രസവിച്ച സമയത്ത് പേരിടാത്തത് കൊണ്ട് പേരില്ല. വാർത്തകൾ വിശദമായി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ടയ്ക്ക് പിന്നാലെ കൂസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസ് മിന്നൽ പരിശോധന. കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിലായി. എന്നാൽ ഇവരെ പ്രസവിച്ച സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പേരുവിവര പട്ടിക പുറത്തുവിട്ടില്ല എന്ന ഖേദവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ വാർത്ത. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്നിന്റെ കുത്തൊഴുക്ക് നടത്തുന്ന 2 ബസ് ഡ്രൈവർമാർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് നഗരത്തിലേക്ക് ലഹരി മരുന്ന് കടത്തുന്ന 2 ബസ് ഡ്രൈവർമാർ നാർക്കോട്ടിക് സെല്ലും ചോവായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കോവൂർ സ്വദേശി പിലാക്കൽ ഹൌസിൽ P അനീഷ് 44 അറസ്റ്റിലായത്. മറ്റൊരു വ്യക്തി തിരുവനന്തപുരം വെള്ളക്കടവ് സ്വദേശി നെടുവിളംപുരത്തിൽ P സനൽകുമാറുമാണ്. ഇവർ 2 പേരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നവരാണ് എന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു. 502 കോടി രൂപയുടെ ലഹരിക്കടത്ത്. വിജൻ വർഗീസ് വീണ്ടും അറസ്റ്റിൽ. ഇദ്ദേഹം 2 വട്ടം മദ്രസയുടെ പരിസരത്ത് കൂടി പോയി എന്ന് വിദഗ്ധ സംഘം അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത. വയനാട്ടിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ 4 അംഗ മദ്രസ വിദ്യാർത്ഥികളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ
4 സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പുൽപ്പള്ളി കാപ്പിസെറ്റ് സ്വദേശികളായ എരുമപ്പുല്ലിൽ വീട്ടിൽ ഇ പി പ്രണവ് 20, എരുമപ്പുല്ലിൽ വീട്ടിൽ പി ഹർഷ 24, നിരപ്പിൽ വീട്ടിൽ എൻ എ അജിത്ത് 23, കരിക്കല്ലൂർ 3 പാലം സ്വദേശി വട്ടത്തൊടിയിൽ വീട്ടിൽ ആൽബിൻ ജെയിംസ് എന്നിവരെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. ഇവർ 4 പേരും മദ്രസ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരാണ് എന്ന് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട്. ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട. 75 കോടി രൂപയുടെ ലാസലഹരിയുമായി 2 ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂർ, കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട. ബാംഗ്ലൂർ പോലീസ് 75 കോടി രൂപ വിലമതിക്കുന്ന 37.87 കിലോഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികളായ ബാംബ ഫാൻഡെ 31, അബിഗയിൽ അഡോണിസ് 30 എന്നിവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ വാർത്തകളുമായി കണ്ടുമുട്ടുന്നതുവരെ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ ഏറ്റവും പുതിയത് എടുത്തു നോക്കിയാലും ഇതേ പാറ്റേണിലൊക്കെ തന്നെയാണുള്ളത്. കൈക്കൂലി കേസിൽ പ്രദീപ് ജോസ് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇടുക്കിയിൽ പിടിയിലായി. 10,000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് പിടിയിലായത്. അതിനുവേണ്ടി ഉപയോഗിച്ചത് കൂടെയുള്ള ഒരു പോലീസുകാരനോ ഒരു ഇടനിലക്കാരനോ ആയ റഷീദിൻ്റെ ഗൂഗിൾ പേ ആണെന്നാണ് പറയുന്നത്. റഷീദ് മദ്രസയിൽ പോയിക്കാണും. പ്രദീപ് ജോസ് സാർ എന്തായാലും മദ്രസയിൽ പോയ ആളല്ല. കളഞ്ഞു കിട്ടിയ ATM ഉപയോഗിച്ച് പഞ്ചായത്ത് മെമ്പർ 25,000 രൂപ കവർന്നു. BJPയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകന്യ ഗോപിയാണ് വിനോദ് എബ്രഹാം എന്ന് പറയുന്ന ഒരാളിൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് ഈ കാശ് കവർന്നത്. അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. പിൻകാർഡോ മറ്റോ അതിൽ എഴുതി വെച്ചിരുന്നതാണ്. എന്തായാലും സുകന്യയും മദ്രസയിൽ പോയ ആളല്ല. നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം ഞെട്ടിയ കൊല്ലത്ത് ഫെബിൻ തോമസ് എന്ന് പറയുന്ന ഒരു പയ്യനെ തേജസ് രാജ് എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ കുത്തിക്കൊന്നു. അതിലും മദ്രസ സ്വാധീനം ഇല്ല. എന്നാൽ കോട്ടയ്ക്കലിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ രാസലഹരി കൊടുത്ത് പീഡിപ്പിച്ചതിൽ വേങ്ങര ആലിങ്കൽ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്തു. അതിലുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇത് ഈ ശരാശരി ഭീകരത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ വിദ്വേഷവും കൂടാതെ ഇത്തരം കഥകൾ മെനഞ്ഞ് പുറത്തുവിടുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇതിലൊന്നും ജാതിയും മതവും തപ്പിയിട്ടൊരു കാര്യമില്ല. കരിമ്പും കാലയ്ക്കും മാത്യു സാമുവലിനും പിന്നെ അതുപോലെ തന്നെ ജനൻ TVക്കും ഒക്കെ ജീവിക്കാനും ഈ കേരളം പോലൊരു മനോഹരമായ നാടിനെ വിദ്വേഷിപ്പിക്കാനും വേണ്ടി പറയുന്ന അസത്യമായ വാർത്തകളാണ്. അവിടെയാണ് ഈ പ്രസംഗങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്ന് ഒരു ആലോചനയില്ലാതെ ചില കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന മറ്റു കുറേ പേരും.